കിലുകിലുക്കം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് കൃഷ്ണക്കുട്ടി ഇന്ന് ടോപ്പ് സിംഗർ വേദിയിലെത്തിയത്. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രം ഉണ്ടായിട്ടുള്ളൂ. അതൊക്കെ ഇവർ ഓൾറെഡി പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞു. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ONV കുറുപ്പിന്റെ വരികൾക്ക് ജോൺസൺ മാഷിന്റെ സംഗീതത്തിൽ വാണി ജയറാം ആലപിച്ച ഗാനമാണ് താരം മനോഹരമായി ആലപിക്കുന്നത്. നല്ലൊരു സുഖമുണ്ടായിരുന്നു കേൾക്കാൻ. സംഗതികളൊക്കെ കറക്റ്റായിരുന്നു. പ്രശ്നം 3-4 സ്ഥലത്ത് ശ്രുതി മാത്രം. പാവക്കൂത്ത് എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് നിവേദിക്കുട്ടി ഇന്ന് ടോപ്പ് സിംഗർ വേദിയിലെത്തിയത്. പല്ലവിയിലെ ആ കാമിനി മുല്ലകളിൽ നിന്ന് എടുത്ത ആ ഒരു നല്ല രസമുണ്ടായിരുന്നു. ജോൺസൺ മാഷിന്റെ സംഗീതത്തിൽ KS ചിത്ര ആലപിച്ച ഗാനമാണ് താരം വേദിയിൽ ആലപിക്കുന്നത്. മോൾ ഭയങ്കരമായിട്ട് വോയിസ് സ്ട്രെയിൻഡ് ആണ്. ഇനി മോളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ലാണ്. താരത്തിന്റെ ആലാപനത്തിൽ ചില തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. താരത്തിന് ഈ ഗാനം മനോഹരമായി ആലപിക്കാൻ കഴിയട്ടെ. മോളുടെ മുഖം കാണുമ്പോഴും ശബ്ദം കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും മോള് കഷ്ടപ്പെട്ടാണ് എത്തിക്കുന്നത്. പിന്നിലാവ് എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ആര്യ ഇന്ന് ടോപ്പ് സിംഗർ വേദിയിലെത്തിയത്. ഇതിനൊരു ഒരു ജോളി പാട്ടല്ലേ? എന്നിട്ട് മക്കളെ എന്തിനും ഇങ്ങനെ പാടി? ഇളയരാജയുടെ സംഗീതത്തിൽ KJ യേശുദാസ് ആലപിച്ച ഗാനമാണ് താരം ആലപിക്കുന്നത്. അനുപല്ലയിലും ചരണത്തിലൊക്കെ സ്ക്രാച്ചസ് ഉണ്ട് പാടുമ്പോഴത്. താരങ്ങളുടെ ഈ മനോഹരാലാപനവും പ്രകടനങ്ങളും കാണാൻ നമുക്ക് കാത്തിരിക്കാം. മൈക്ക് ഇങ്ങനെ സൈഡിൽ പിടിക്കുന്നതുകൊണ്ട് ചില പോർഷനൊക്കെ വളരെ വളരെ ഫീബിളായിട്ടാണ് പുറത്തേക്ക് വരുന്നത്.